ഹലോ എവരി വൺ, വെൽക്കം ടു എഡു ഗാർനെറ്റ്. എഡു ഗാർനെറ്റിൻ്റെ കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മൾക്കറിയാം, നമ്മളുടെ എക്സാമിനേഷൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ ആണ് എയർപോർട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഒരു എയർപോർട്ടിൻ്റെ പേര് നൽകിയതിന് ശേഷം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ഈ എയർപോർട്ട് എന്നുള്ളത് നമ്മളുടെ സ്റ്റാറ്റിക് GK പാറ്റേണുകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സെഷനാണ്. അതുപോലെ കറണ്ട് അഫെയർ സെഷനിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വരുന്ന ഒരു എയർപോർട്ടാണ് ഇപ്പോഴത്തെ എയർപോർട്ടായ അയോധ്യ എയർപോർട്ട്. നമുക്കറിയാം, അയോധ്യയിൽ രാമക്ഷേത്രം വരാൻ പോകുകയാണ്. അതിനോട് അനുബന്ധിച്ചിട്ട് നമ്മളുടെ അയോധ്യ എയർപോർട്ടിൻ്റെ പേര് മാറ്റുകയുണ്ടായി. അത് മാറ്റാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ ക്യാബിനറ്റ് മിനിസ്ട്രിയാണ്. പുതിയ പേര് അവർ നൽകിയിരിക്കുന്നത് മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതോടുകൂടി നമ്മളുടെ അയോധ്യ എയർപോർട്ടിന് ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് കൂടി കിട്ടി എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്ക് നമ്മളുടെ ഇന്ത്യയിൽ സ്ഥിരമായി എക്സാമിനേഷന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട എയർപോർട്ടുകളും അതിൻ്റെ പേര് കൂടി ഇതിനോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് നോക്കാം. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, നമുക്കറിയാം സിറ്റി ഓഫ് പേൾ എന്നറിയപ്പെടുന്ന ഹൈദരാബാദിലാണ് നമ്മളുടെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മളുടെ ഇന്ത്യയുടെ ക്യാപിറ്റലായ ന്യൂഡൽഹിയിലെ എയർപോർട്ടിൻ്റെ പേരാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് അയോധ്യയിലാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എല്ലാവർക്കും അറിയാം, അയോധ്യ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് ചിലപ്പോൾ നമ്മുടെ ഓപ്ഷനുകളിൽ അയോധ്യയ്ക്ക് പകരം ഏത് സ്റ്റേറ്റിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്റ്റേറ്റ് കൂടിയാണ് ഉത്തർപ്രദേശ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലക്നൗ ആണ്. ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാനുള്ള മറ്റൊരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ സിവിൽ ഏവിയേഷൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആരാണ് എന്നുള്ളതാണ്. സിവിൽ ഏവിയേഷൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു അപ്പോയിൻമെൻ്റാണ്. നമ്മളുടെ രഘുറാം അയ്യറിനെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO ആയി അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഒളിമ്പിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് സ്പോർട്സിൽ. സ്ഥിരമായി എക്സാമിനേഷന് ഒളിമ്പിക് വെന്യൂകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അതായത് ഈ വർഷം 2024 അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഇത് നടക്കാൻ പോകുന്നത് ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ പാരീസിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 4 വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ഒളിമ്പിക്സ് നടക്കാറുള്ളത്. അതായത് ഇതിന് മുൻപത്തെ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ടോക്കിയോ 2020 എന്ന് പറയുന്ന ഒളിമ്പിക്സ് ആണ്. പക്ഷേ കോവിഡ് കാരണം ഇത് നടന്നത് 2021 ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയിലായിരുന്നു ഇതിനു മുമ്പുള്ള ഒളിമ്പിക്സ് നടന്നത് എന്നുള്ള കാര്യവും ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ജൂൺ 23 എന്നുള്ള കാര്യവും ഓർത്തുകൊള്ളുക. അതായത് നമ്മളുടെ എക്സാമിനേഷന് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡേറ്റുകളിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഒരു ഡേറ്റ് തന്നതിന് അതിൻ്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് പറഞ്ഞിട്ട് ഇത് ഏത് ഡേറ്റിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്, അതായത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞ് ആയിരിക്കും നമുക്ക് ഓപ്ഷൻസ് നൽകുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളുക, ജൂൺ 23 നമ്മൾ ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൂംബെർഗ് ബില്യനേഴ്സ് ഇൻഡെക്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, നമ്മളുടെ എക്സാമിനേഷൻസിന് റാങ്കിങ്ങിന് വളരെ പ്രാധാന്യമുള്ളതാണ്. എല്ലായ്പ്പോഴും ചോദിക്കാറുള്ളത് ബ്ലൂംബെർഗ് ബില്യനേഴ്സ് ഇൻഡെക്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട റാങ്കിങ്ങുകളാണ്. ആ റാങ്കിങ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സണാലിറ്റി ആയിട്ട് 2023 തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗൗതം അദാനിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അദാനി ഗ്രൂപ്പിൻ്റെ ചെയർപേഴ്സൺ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് നമ്മളുടെ ഗൗതം അദാനി. ഇദ്ദേഹം റീപ്ലേസ് ചെയ്യുന്നത് നമ്മളുടെ റിലയൻസ് ഗ്രൂപ്പിൻ്റെ മുകേഷ് അംബാനിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, 2023 ജാനുവരിയിൽ നമ്മളുടെ ഇപ്പോഴത്തെ ബില്യനേഴ്സ് ലിസ്റ്റ് പ്രകാരം 1ാം പദവിയിലെത്തിയ ഗൗതം അദാനിക്ക് ഒരു സെറ്റ് ബാക്ക് വന്നിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പേരിലൊരു അലിഗേഷൻ വന്നതുകൊണ്ടാണ് ഈ സെറ്റ് ബാക്ക് വന്നിരുന്നത്. അപ്പം ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്ന ഒരു കമ്പനി അദ്ദേഹത്തിനെതിരെ അദ്ദേഹം മാനിപ്പുലേഷൻ നടത്തി, സ്റ്റോക്ക് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ
നടത്തി എന്ന് പറയുന്ന ഹിൻഡൻബർഗ് ലിസ്റ്റ് പ്രകാരമായിരുന്നു അദ്ദേഹത്തിന് ഈ സെറ്റ് ബാക്ക് വന്നിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഈ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ലോകത്തിൽ 12ാമത്തെ വ്യക്തിയാണ് ഈ പറയുന്ന നമ്മളുടെ ഗൗതം അദാനി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്ക് ആണ് ബ്ലൂംബർഗ് ബില്യണേഴ്സ് ഇൻഡെക്സ് ലിസ്റ്റ് പ്രകാരം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, ഇന്ത്യയുടെ പാർലമെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഹൗസാണ് രാജ്യസഭ എന്നുള്ളത്. അതായത് ഇന്ത്യൻ പാർലമെൻറ്റ് അടങ്ങുന്നത് ലോകസഭയും രാജ്യസഭയും ഇന്ത്യയുടെ പ്രസിഡൻറ്റും അടങ്ങുന്നതാണ്. ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി എന്നറിയപ്പെടുന്നത് നമ്മളുടെ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതിൽ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന ഒന്നാണ് ഈ രാജ്യസഭ. രാജ്യസഭയിലെ 68 മെമ്പർമാർ ഈ 2024 റിട്ടയർ ആകാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആണ് നമ്മളുടെ മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് റിട്ടയർ ആകാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മളുടെ അമിതാഭ് ബച്ചൻ്റെ വൈഫായ ജയാ ബച്ചൻ റിട്ടയർ ആകാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്ക് ഇതുമായി കണക്റ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവർ റിട്ടയർ ചെയ്ത് പോകുകയാണല്ലോ, അപ്പോൾ എന്താണ് ഒരു രാജ്യസഭ മെമ്പറിൻ്റെ കാലാവധി എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് രാജ്യസഭാ മെമ്പേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പക്ഷേ എക്സാമിനേഷൻ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകും, രാജ്യസഭയുടെ കാലാവധി എത്രയാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതൊരു പെർമനൻ്റ് ബോഡിയാണ്. ഇന്ത്യ ഇന്ന് വരെ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നു, അന്ന് വരെ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, അതൊരു പെർമനന്റ് ബോഡിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എന്നാൽ രാജ്യസഭാ മെമ്പർമാരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ലോകസഭ എന്ന് പറയുന്ന ഒരു ഹൗസ് കൂടിയുണ്ട്. ലോവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഒന്നാണ് നമ്മളുടെ ലോകസഭ. ഈ ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതുപോലെ ലോകസഭാ മെമ്പർമാരുടെ കാലാവധിയും 5 വർഷം തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോകസഭയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയുമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. കൗൺസിൽ ഓഫ് സ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന രാജ്യസഭയുടെ കാലാവധിയാണ് നമ്മൾ പറഞ്ഞത്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്നുള്ളതും രാജ്യസഭ മെമ്പേഴ്സിൻ്റെ കാലാവധിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 6 വർഷം എന്നുള്ള കാര്യവും കൂടി ഓർത്തുകൊള്ളുക. അപ്പോൾ ഇന്ത്യയിലെ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 സഭകളാണ് ഈ ലോകസഭയും രാജ്യസഭയും. പ്രസിഡൻറ്റും കൂടി അടങ്ങുന്നതാണ് ഇന്ത്യയിൽ പാർലമെൻറ്റ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കീമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ എക്സാമിനേഷനുകൾക്ക് സ്കീമുകളുടെ പേര് നൽകിയിട്ട് ഇത് ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, എന്താണ് ഇവരുടെ ടാർഗറ്റ്, മോട്ടീവ് എന്നൊക്കെയുള്ള കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ആസാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ്. ഗുണോത്സവ് 2024 എന്നാണ് ആസാം ഗവൺമെൻറ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ആ സ്റ്റേറ്റിലെ 40 ലക്ഷം വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷൻ ഉന്നമനത്തിന് വേണ്ടിയാണ് ആസാം ഗവൺമെൻറ് ഈ ഗുണോത്സവ് 2024 എന്ന് പറയുന്ന സ്കീം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്കീമിൻ്റെ 5ാമത്തെ എഡിഷനാണ് ഗുണോത്സവ് 2024 എന്ന് പറയുന്നത്. ഇതാദ്യമായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്ക് ആസാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആസാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിസ്പൂരാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഹിമന്ത് ബിശ്വാസ് ശർമ്മയാണ്. ആസാമിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ഗുലാബ് ചന്ദ് കട്ടാരിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ക്യാപിറ്റലായ അബുദാബിയിൽ ആദ്യമായിട്ട് ഒരു ക്ഷേത്രം ഇനാഗുറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ക്ഷേത്രം ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫെബ്രുവരി 14 നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് ഈ ക്ഷേത്രം ഇനാഗുറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ ക്ഷേത്രത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ബാബ്സ് ഹിന്ദു മന്ദിർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ കറൻസി എന്ന് പറയുന്നത് ദർഹമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, സ്പോർട്സിൽ പ്രധാനമായിട്ടും കറണ്ട് അഫെയർ സെഷൻസിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു കപ്പിൻ്റെ പേര് നൽകിയതിന് ശേഷം ഇത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ നോക്കുന്നത് വിജയ് ഹസാരെ ട്രോഫിയാണ്.
വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രോഫിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എക്സാമിനേഷന് ചോദിക്കുന്ന പാറ്റേൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹസാരെ ട്രോഫി ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസാണ് നൽകാറുള്ളത്. വിജയ് ഹസാരെ ട്രോഫി ഇത്തവണ 2023 കിട്ടിയത് നമ്മളുടെ ഹരിയാനയ്ക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ആദ്യമായിട്ടാണ് ഹരിയാനയ്ക്ക് വിജയ് ഹസാരെ ട്രോഫി കിട്ടുന്നത്. ഫൈനലിൽ ഹരിയാന പരാജയപ്പെടുത്തിയത് രാജസ്ഥാനെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. പ്രധാനമായിട്ടും ക്രിക്കറ്റിൽ നിന്ന് ചോദിക്കുന്ന ട്രോഫികൾ കൂടിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ക്രിക്കറ്റിൽ നിന്ന് ചോദിക്കുന്ന ഒന്നാണ് ആഷസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ആഷസ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ആഷസ് ക്രിക്കറ്റാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട ട്രോഫികളാണ് ദുലീപ് ട്രോഫി എന്ന് പറയുന്നത്, രഞ്ജി ട്രോഫി എന്ന് പറയുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നൊക്കെ ഉള്ളത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കപ്പുകളാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സിലെ ഏറ്റവും ഹയ്യസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഹയ്യസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഇതിൻ്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്നുള്ളതായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ പേര് നമ്മൾ മാറ്റിയത്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നുള്ളതാണ് പുതിയ പേര് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 കിട്ടിയത് 2 പേർക്കാണ്. അവർ 2 പേരും ബാഡ്മിൻ്റണിൽ നിന്നുള്ളവരാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഒരാളെന്ന് പറയുന്നത് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിയും ഒന്ന് റാണി കിരേഡി സ്വാത്വിക് സായി രാജാണ് എന്നുള്ള കാര്യവും ഓർത്തുകൊള്ളുക. ഇവർക്ക് 2 പേർക്കുമാണ് ഇന്ത്യയിലെ ഏറ്റവും ഹയ്യസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 കിട്ടിയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്പോർട്സ് പേഴ്സൺസിന് നൽകുന്ന മറ്റൊരു അവാർഡാണ് അർജുന അവാർഡ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ്. അർജുന അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് പേഴ്സൺസായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഈ സ്പോർട്സിൽ അവാർഡ് എല്ലാ കാറ്റഗറിയിലും അർജുന അവാർഡിന് കൊടുക്കാറുള്ളതാണ്. ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അർജുന അവാർഡ് എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ കിട്ടിയ മുഹമ്മദ് ഷമിക്കായിരുന്നു. നമുക്കറിയാം വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷമിയുടെ പ്രകടനത്തിനാണ് ഇത്തവണത്തെ അർജുന അവാർഡ് ക്രിക്കറ്റിൽ നിന്ന് മുഹമ്മദ് ഷമിക്ക് കിട്ടിയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ടേബിൾ ടെന്നീസിൽ ആയിങ്ക മുഖർജിക്കാണ് ഇത്തവണത്തെ അർജുന അവാർഡ് കിട്ടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ മറ്റൊരു അവാർഡ് കൂടി നമുക്ക് പ്രധാനമായിട്ടും നോക്കാറുണ്ട്. അതായത് ബെസ്റ്റ് കോച്ച് എന്ന് പറയുന്ന അവാർഡ് കൂടി നൽകാറുണ്ട്. ബെസ്റ്റ് കോച്ച് എന്ന് പറയുന്ന അവാർഡ് കൊടുക്കുന്നത് ദ്രോണാചാര്യ അവാർഡാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് ഒരു സ്പോർട്സ് ഇവൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോച്ചുകൾക്കാണ് ഈ അവാർഡ് നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഹോക്കിയിൽ നിന്ന് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയത് ശിവേന്ദ്ര സിംഗിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ കൊടുക്കുന്ന മറ്റൊരു അവാർഡാണ് ധ്യാൻചന്ദ് ലൈഫ് ടൈം അവാർഡ്. ഇത്തവണ ധ്യാൻചന്ദ് ലൈഫ് ടൈം അവാർഡ് കിട്ടിയിരിക്കുന്നത് കബഡിയിൽ നിന്ന് കവിതയ്ക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ഹോക്കിയിൽ നിന്ന് വിനീത് കുമാർ ശർമ്മയ്ക്കും ഈ അവാർഡ് നൽകുകയുണ്ടായി. ബാഡ്മിൻ്റണിൽ നിന്ന് നൽകിയത് മഞ്ജുഷ കൻവാറിനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഈ ധ്യാൻചന്ദ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോക്കിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ ഹോക്കിയുടെ വിസാഡ് എന്നറിയപ്പെട്ട വ്യക്തി കൂടിയാണ് ധ്യാൻചന്ദ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അതുപോലെ എക്സാമിനേഷന് ചോദിക്കുന്ന മറ്റൊരു പാറ്റേൺ ആണ് ധ്യാൻചന്ദ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾ സൈനിക സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു മൈൽ സ്റ്റോൺ എന്ന് നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ് പറഞ്ഞ ഒരു പ്രോസസ്സായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഈ ഗേൾ സൈനിക സ്കൂൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾ സൈനിക സ്കൂള് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മധുര ജില്ലയിലെ വൃന്ദാവനിലാണ് ഈ പറയുന്ന ഓൾ ഗേൾ സൈനിക സ്കൂള് ഇനാഗുറേറ്റ് ചെയ്തത്. ഇത് ഇനാഗുറേറ്റ് ചെയ്തത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററാണ്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ഡേ എന്ന് പറയുന്നത് ജനുവരി 15 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ നമ്മളുടെ എയർഫോഴ്സ് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 8 ഇനി നമ്മളുടെ നേവി ഡേ എന്ന് പറയുന്നത് ഡിസംബർ 4 എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ
ബ്രിക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് മെമ്പർഷിപ്പ് നൽകാൻ അർജൻറ്റീനയ്ക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ അർജൻറ്റീന ഈ ഓഫർ റിജക്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ബ്രിക്സിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതിലേക്കാണ് അർജൻറ്റീനയ്ക്ക് ഒരു ക്ഷണമുണ്ടായിരുന്നത്. പക്ഷേ അർജൻറ്റീന ഈ ഓഫർ ഡിക്ലൈൻ ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അർജൻറ്റീനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജാവിയർ മിലേലിയാണ്. ഇദ്ദേഹമാണ് ഈ ഓഫർ ഡിക്ലൈൻ ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ബ്രിക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഷാങ്കായിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് സ്പോർട്സ് സെക്ടറുകളിലെ പ്ലെയറാണ് നമ്മളുടെ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അദാനി പോർട്സിൻ്റെ പുതിയ MD ആയിട്ട് കരൺ അദാനിയെ അവർ തീരുമാനിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ CEO ആയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് അശ്വനി ഗുപ്തയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവാർഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, ഇത്തവണ 29ാമത്തെ കൊൽക്കത്ത ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡായി നൽകിയത് ഗോൾഡൻ ബംഗാൾ ടൈഗർ അവാർഡാണ്. ഇത്തവണത്തെ ഗോൾഡൻ ബംഗാൾ ടൈഗർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഇസ്രായേലി ഫിലിമായ ചിൽഡ്രൻ ഓഫ് നോബഡിക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ ഗോൾഡൻ ബംഗാൾ ടൈഗർ അവാർഡിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 51 ലക്ഷമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രോഫിയാണ്. ഇത്തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഓപ്ഷൻ നടന്നു. ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ മിച്ചൽ സ്റ്റാർക്കിനെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഓസ്ട്രേലിയൻ താരമാണ് ഈ മിച്ചൽ സ്റ്റാർക്ക്. അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് 24,75 ലക്ഷം രൂപയ്ക്കാണ്. ഇന്ത്യയിലെ IPL ക്ലബ്ബായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് മിച്ചൽ സ്റ്റാർക്കിനെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ രണ്ടാമത്തെ ഏറ്റവും വിലയേറിയ താരം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ താരമായ പാറ്റ് കമ്മിൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഹൈദരാബാദ് സൺറൈസേഴ്സാണ് പാറ്റ് കമ്മിൻസിനെ 20,50 ലക്ഷം രൂപയ്ക്ക് IPL ഓപ്ഷനിൽ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. IPLുമായിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യയെ അവരുടെ പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു എന്നുള്ളതായിരുന്നു പുതിയ ഒരു വാർത്ത. ഇത് മുംബൈ ഇന്ത്യൻസിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറയാനുള്ള ഒരു കാരണം കൂടിയായി. അതുകൊണ്ട് ന്യൂസ് പേപ്പേഴ്സ് ബ്രേക്ക് ചെയ്ത ഒരു വാർത്ത കൂടിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഹനൂക്ക എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഹനൂക്ക എന്ന് പറയുന്ന ഒരു ജൂയിഷ് ഫെസ്റ്റിവലാണ്. ഡിസംബർ 7 മുതൽ ഡിസംബർ 15 വരെയാണ് ജൂയിഷ് ഫെസ്റ്റിവലായ ഈ ഹനൂക്ക സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ജൂയിഷ് ക്രിസ്മസ് എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ലോകത്തിലെ ഏക യഹൂദ രാജ്യം, ലോകത്തിലെ ഏക ജൂ കൺട്രി എന്നറിയപ്പെടുന്നത് ഇസ്രായേലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതൻയാഹു ആണ്. ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജെറുസലേമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഇത്തവണത്തെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2023 കിട്ടിയിരിക്കുന്നത് 2 പേർക്കാണ്. ഒന്ന് നമ്മളുടെ ഡാനിയൽ ബാരൻബോമിനും അലി അബു അവാദിനുമാണ് ഇത്തവണത്തെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് കിട്ടിയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, നമ്മളുടെ ഡാനിയൽ ബാരൻബോ എന്ന് പറയുന്നത് ഒരു പിയാനിസ്റ്റാണ്. അതുപോലെ അലി അബു അവാദ് എന്ന് പറയുന്നത് ഒരു പാലസ്തീൻ പീസ് ആക്ടിവിസ്റ്റാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ടെന്നീസ് ബോൾ T10 ക്രിക്കറ്റ് ടൂർണമെൻ്റാണ്. ഈ ടൂർണമെൻറ്റിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിലെ മുംബൈ ടീമിനെ മേടിച്ചിരിക്കുന്നത് നമ്മളുടെ അമിതാഭ് ബച്ചനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വനി വൈഷ്ണവാണ്. നമ്മളുടെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇന്ത്യൻ റെയിൽവേ പുതിയ ഒരു ട്രെയിൻ ഇറക്കുന്നുണ്ട്. ആ ട്രെയിനിൻ്റെ പേര് എന്ന് പറയുന്നത് അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഈ ട്രെയിൻ ഇനാഗുറേറ്റ് ചെയ്തത്. 2 അമൃത് ഭാരത് എക്സ്പ്രസ്സുകളും 6 വന്ദേ ഭാരത് ട്രെയിനുകളുമാണ് നമ്മളുടെ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ അമൃത് ഭാരത് ട്രെയിനിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഡൽഹി ടു അയോധ്യയും മാൾഡ ടു ബംഗളൂരു ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം നമ്മളുടെ റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വനി വൈഷ്ണവാണ്. നമ്മളുടെ എക്സാമിനേഷനുകൾക്ക് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ സ്ഥിരമായി ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ തമിഴ് ഐക്കണായ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്യു ഫ്രാൻസിൽ അൺവെയിൽ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാരീസ് ആണ്. ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇമ്മാനുവൽ മാക്രോൺ ഈ ജനുവരി 26 നടക്കുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ആഘോഷത്തിന് പങ്കെടുക്കും എന്നുള്ള ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. അതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ഭഗവത്ഗീത ഗുജറാത്തിലെ സ്കൂൾ കരിക്കുലത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ ഭഗവത്ഗീത എഴുതിയത് ആരാണ് എന്നുള്ളത് എക്സാമിനേഷന് സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന സാരോപദേശമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതുകൊണ്ട് മഹാഭാരതം എഴുതിയ വേദവ്യാസൻ തന്നെയാണ് ഭഗവത്ഗീതയും എഴുതുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പം മഹാഭാരതം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാലും വേദവ്യാസനാണ്, ഭഗവത്ഗീത എഴുതിയത് ആരാണെന്ന് ചോദിച്ചാലും വേദവ്യാസൻ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി രാമായണം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ വാൽമീകിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. സാധാരണഗതിയിൽ ഓപ്ഷനുകളിൽ രണ്ടും വന്ന് കൺഫ്യൂസ് ആകാറുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇത് പഠിക്കാൻ വേണ്ടി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം നമ്മളുടെ ഹനുമാൻ ഉള്ളത് രാമായണത്തിലാണ്, ഹനുമാനാണ് വാലുള്ളത്. സോ രാമായണം എഴുതിയത് വാൽമീകിയും മഹാഭാരതം എഴുതിയത് വ്യാസനാണ് എന്നുള്ള കാര്യം അതിൽ നിന്ന് നോട്ട് ചെയ്യാൻ സാധിക്കും. കറണ്ട് അഫെയർസ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളിലൂടെ അത് വിഷ്വലൈസേഷൻ മെത്തേഡ് വെച്ച് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ എഴുതാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു മരണ വാർത്തയാണ്. നമ്മളുടെ സൗത്ത് കൊറിയൻ ആക്ടറായ ലീ സൺ ക്യൂ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 48ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ലീ സൺ ക്യൂ എങ്ങനെയാണ് നമ്മൾക്ക് പരിചിതം എന്ന് പറയുന്നത് 2019 പാരസൈറ്റ് എന്ന് പറയുന്ന മൂവിക്ക് അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയിരുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട പടം എന്ന് പറയുന്നത് എ ഹാർഡ് ഡേ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അദ്ദേഹത്തിന് ഒരു നിക്ക് നെയിം കൂടി ഉണ്ടായിരുന്നു, ദ വോയിസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിക്ക് നെയിം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി എഡു ഗാർനെറ്റിൻ്റെ കറണ്ട് അഫെയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു, ബൈ.